നമസ്കാരം. മാലയോഗം ഭാഗം 6. ബസ്സിൽ കയറിയതും ജനലോരം ചാരി ഉണ്ണിമായിരുന്നു. അരികിലായി കവിതയും. "ആ, ഇനി പറ, എന്തിനാ ചെറിയമ്പ്യാരെ കണ്ടതും ഒളിച്ചത്?" ഡ്രൈവർ ബസ് എടുത്തതും കവിതയുടെ ചോദ്യം വന്നു വീണതും ഒരുമിച്ചായിരുന്നു. "വീട്ടിൽ ഭരതമാഷിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്." നിർവികാരമായി ഉണ്ണിമായ പറയുന്നത് കേട്ടതും ഉള്ളിലൊരു കനലാളുന്നത് കവിത അറിയുന്നുണ്ടായിരുന്നു. "ചെറിയമ്പ്യാരെ കൊണ്ടോ?" കവിത അറിയാതെ അവളുടെ ശബ്ദമുയർന്നു. പതുക്കെ. ഉണ്ണിമായ കണ്ണുകൾ വിടർത്തി അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയപ്പോഴാണ് ഇരിക്കുന്നത് ബസ്സിലാണെന്ന ബോധ്യം അവൾക്കുണ്ടായത്. കവിത ചുറ്റുമുള്ള യാത്രക്കാരെ നോക്കിയപ്പോൾ അവരെല്ലാം അവരുടെ ലോകത്തായിരുന്നു. കൃഷി ചെയ്തു കിട്ടിയ വിളവുകൾ പട്ടണത്തിൽ കൊണ്ട് വിൽക്കാൻ പോകുന്ന കർഷകരായിരുന്നു യാത്രക്കാരിൽ അധികവും ഉണ്ടായിരുന്നത്. "എന്നിട്ട് നീ എന്തു പറഞ്ഞു?" ആദ്യം ചോദിക്കുമ്പോഴുള്ള ആവേശം പിന്നീട് ചോദിക്കുമ്പോൾ കവിതയിൽ ഉണ്ടായിരുന്നില്ല. "പറ്റില്ലെന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഏത് കോലോത്തെ തമ്പുരാട്ടിയായും എനിക്ക് വായണ്ട. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വിഷ്ണുവിൻ്റെ കൂടെ ഈ നാട്ടിൽ തന്നെയായിരിക്കും." ദൃഢനിശ്ചയം പോലെ പറഞ്ഞുകൊണ്ട് ഉണ്ണിമായ വഴിയോര കാഴ്ചകളിലേക്ക് മിഴികൾ നീട്ടി. ഉണ്ണിമായ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവളുടെ പാത്രത്തിലേക്ക് ഭാമിനി കറി ഒഴിച്ചു കൊടുത്തതും അവൾ ഓരോ ഉരുളകളായി കുഴച്ചു കഴിച്ചുകൊണ്ടേയിരുന്നു. ഉണ്ണിമായയുടെ തൊട്ടരികിലിരുന്ന് അപ്പുവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭരതൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലാണ് വിപിനും ജിതിനും അപ്പുവും പഠിക്കുന്നത്. അപ്പു ഇത്തവണ 9ൽ തോറ്റു. ഇല്ലെങ്കിൽ ഇക്കൊല്ലം 10ാം ക്ലാസ്സിൽ ഇരിക്കേണ്ടവനാണ്. അപ്പു കഴിക്കുന്നതിനിടെ തീനാളത്തിൽ പേപ്പർ ചുരുട്ടി കത്തിച്ച് കളിച്ചുകൊണ്ടിരുന്നു. "എടാ അപ്പു, വേഗം കഴിച്ചെഴുന്നേറ്റ് പഠിക്കാൻ നോക്ക്." കഴിക്കുന്നതിനിടെ അവൻ്റെ പ്രവൃത്തി കണ്ട് ഉണ്ണിമായ ദേഷ്യപ്പെട്ടു. "അപ്പു അടുത്ത കൊല്ലം 10ൽ ഇരിക്കണം. ചെറിയമ്പ്യാരല്ലേ 10ലെ ക്ലാസ്സാറ്." ഭാമിനി ഉണ്ണിമായെ കുറുമ്പ് പിടിപ്പിക്കാനെന്നോണം പറഞ്ഞുകൊണ്ട് പിണ്ണ തൈലവുമെടുത്തു ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു. കാർത്തു കുറച്ചപ്പുറമുള്ള തിണ്ണയിലിരുന്ന് നാമം ജപിക്കുന്നുണ്ടായിരുന്നു. ശിവന്റെ അമ്പലത്തിലെ തിരുവാതിര ഉത്സവം കഴിഞ്ഞതും ഉണ്ണിമായുടെ കെട്ടങ്ങട് നടത്താം അല്ലേ അമ്മേ? ഉണ്ണിമായ കേൾക്കാൻ പാകത്തിൽ ഭാമിനി ഉറക്കെ ചോദിച്ചു. "ആ, അങ്ങനെ ആവട്ടെ." കാർത്തു അത് കേൾക്കെ മോണ കാട്ടി കുലുങ്ങി ചിരിച്ചു. കാർത്തു ഇടയ്ക്ക് ഉണ്ണിത്താൻ്റെ പെങ്ങൾ ഊർമിളയുടെ, അതായത് കാർത്തുവിൻ്റെ മകളുടെ വീട്ടിലും പോയി താമസിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ രണ്ടാളും സമയം കളയണ്ട. വിളക്കിലെ മണ്ണെണ്ണ തീരും മുമ്പേ വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. മണ്ണെണ്ണ തീർന്നാൽ ഒഴിക്കാൻ ഇനി ബാക്കിയില്ല. എൻ്റെ മനസ്സിലിപ്പോൾ കല്യാണ ചിന്തയൊന്നുമില്ല. ആദ്യം ഒരു ജോലി വേണം." കഴിച്ച പാത്രങ്ങളെടുത്തു അവൾ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. "കല്യാണം കഴിഞ്ഞാലും നിനക്ക് ജോലിക്ക് പോവാലോ." ഭാമിനി അവളെ പിന്തുടർന്നു അടുക്കളയിലെത്തി. "ആ, ബെസ്റ്റ്. ജോലിക്ക് പോകുന്നൊരു സ്ത്രീയെ അമ്മ എനിക്ക് ഇലഞ്ഞിത്തറയിൽ കാണിച്ചു തരാമോ?" ഉണ്ണിമായ പാത്രങ്ങൾ കഴുകുന്നതിനിടെ പുച്ഛത്തോടെ തിരക്കി. "അവർക്കതിൻ്റെ ആവശ്യമില്ല. പത്തായ നിറയെ നെല്ലുണ്ടെങ്കിൽ പിന്നെ പെണ്ണ് പണിയെടുത്തു കൊണ്ട് വന്നിട്ട് വേണോ ഉണ്ണാൻ? എങ്കിലേ എനിക്ക് ഉണ്ണാൻ ഇത്തിരി വകയില്ലാത്ത കുടുംബത്തിലേക്ക് ചെന്ന് കയറിയാൽ മതി." അവൾ കഴുകിയ പാത്രങ്ങൾ ഓരോന്നായി ഒതുക്കി വെച്ചു. "എടി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഈ കുന്നിമണി ഗ്രാമത്തിൽ ഇലഞ്ഞിത്തറയിലെ മരുമകളാവാൻ യോഗ്യം കിട്ടിയ ഏതെങ്കിലും പെൺപിള്ളേരുണ്ടോ? നിനക്കാ ഭാഗ്യം കൈവന്നപ്പോൾ അഹങ്കാരം കാണിക്കണോ?" ഭാമിനി അതുവരെ അടക്കി പിടിച്ച അമർഷം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. "നാളെ കഴിഞ്ഞാൽ ഞാൻ ഈ നാട് വിടും. അതുവരെ അമ്മയും മുത്തശ്ശിയും കല്യാണം നോക്കിയിരുന്നു." അമ്മയോട് കയർത്തു പറഞ്ഞുകൊണ്ട് ഉണ്ണിമായ അവളുടെ മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. പുലർച്ചെയുള്ള ബസ്സിലാണ് ഉണ്ണിമായ എറണാകുളത്തേക്ക് പുറപ്പെടുന്നത്. മാനത്ത് കാർമേഘങ്ങൾ പെയ്യാൻ വെമ്പി ഇരുണ്ടു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യവെളിച്ചം കാണുന്നേയില്ലായിരുന്നു. ഉണ്ണിമായ വലിയ 2 ബാഗുകൾ കയ്യിൽ തൂക്കി വീടിൻ്റെ പടിയിറങ്ങി.
പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മിഴിനീർ സാരിത്തുമ്പാൽ തുടച്ചുകൊണ്ട് ഭാമിനി അവൾക്കൊപ്പം ഇറങ്ങി. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാൽ തോന്നും ഞാൻ ദുബായ്ക്കെങ്ങാണ്ടോ പോകുകയാണെന്ന്. ഉണ്ണിമായ അപ്പുവിനെ നെഞ്ചോട് ചേർത്തു അവൻ്റെ നെറ്റിയിൽ അവളുടെ നെറ്റിയാൽ മുട്ടി. 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിഞ്ഞെത്തില്ലേ? വിതുമ്പിക്കൊണ്ട് കാർത്തു ചോദിച്ചു. വരാം. തല കൊണ്ടാട്ടി അവൾ ബാഗും തൂക്കി മുന്നോട്ട് നടന്നതും വേലി ചാടിക്കടന്ന് കവിത വരുന്നുണ്ടായിരുന്നു. നിനക്കെവിടുന്നാ ഉണ്ണിമായ ഈ ധൈര്യമൊക്കെ കിട്ടിയത്? മുറ്റത്തരങ്ങേറിയ സംഭാഷണങ്ങളൊക്കെയും അവൾ കേട്ടിരുന്നു. ജീവിക്കാൻ പഠിക്കണം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് മുന്നേറാനുള്ള ധൈര്യമാണ്. ഉണ്ണിമായുടെ കയ്യിലെ ഒരു ബാഗ് കവിത വാങ്ങി പിടിച്ചിരുന്നു. പാടവരമ്പിലൂടെ അവർ നടന്നു നീങ്ങുന്നതിനിടയിൽ തന്നെ മഴത്തുള്ളികൾ ഇറ്റി വീഴാൻ തുടങ്ങിയിരുന്നു. ചുരിദാറിൻ്റെ ഷോൾ തലയിലേക്ക് മറച്ചു പിടിച്ചു ഇരുവരും നടന്നു കവലയിലെത്തി. എൻ്റെ വിവരങ്ങളെല്ലാം നീ വിഷ്ണുവിനെ അറിയിക്കണം. തൽക്കാലം ഭരതമാഷിൻ്റെ ആലോചനയുടെ കാര്യം വിഷ്ണു അറിയണ്ട. ഓരോന്ന് പറഞ്ഞങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയതും ഉണ്ണിമായ അല്പം നേരം കവിതയുടെ മെഴികളിലേക്ക് നോക്കി അവളുടെ കരങ്ങൾ കവർന്നു. അവരുടെ അരികിലായി ഓർഡിനറി അൺലിമിറ്റഡ് ബസ് വന്നു നിന്ന്. നീ എത്തിയതും വിളിക്കില്ലേ? വളരെ വൈകാരികമായാണ് കവിത ആ ചോദ്യം ഉന്നയിച്ചത്. കവിതയെ ഒന്നും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ജോലിയും അവിടുത്തെ താമസത്തെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ഫോൺ ബൂത്ത് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണ്ടേ? എങ്കിലും കഴിവതും ഞാൻ വിളിക്കാം കേട്ടോ. ഹലോ പെൺപിള്ളേരെ, വേഗമൊന്ന് കയറിയാട്ടെ, സമയം പോകുന്നു. ബസ് കണ്ടക്ടർ വിസിലടിച്ചതും അവർ കേൾക്കാതെയായതോടെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കവിതയുടെ കവിളൊന്ന് തലോടി ഉണ്ണിമായ അവളുടെ കയ്യിലെ ബാഗും വാങ്ങി ബസ് കയറി സീറ്റിലിരുന്നു. അപ്പോഴേക്കും പുറത്ത് മഴ ശക്തിയാർജിച്ചിരുന്നു. മഴ നനയണ്ട, വീട്ടിൽ പൊക്കോ. ബസ്സിൻ്റെ സൈഡ് വിൻഡോയിലൂടെ തലയിട്ട് ഉണ്ണിമായ പറയുന്നത് അനുസരിക്കാതെ കവിത ആ മഴയിൽ നനഞ്ഞു കുതിർന്നു. അവൾ ആ ബസ് പോകുന്നത് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. യാത്ര തുടങ്ങി അല്പം ദൂരം കഴിഞ്ഞതും ബസ് സഡൻ ബ്രേക്കിട്ടതും യാത്രക്കാരെല്ലാം മുന്നോട്ട് ആഞ്ഞു വീണു. ഒപ്പം ഉണ്ണിമായും സീറ്റിൽ നിന്ന് തെറിച്ചു വീണ് മുൻവശത്തെ സീറ്റിൻ്റെ കമ്പിയിൽ തട്ടി നെറ്റി പൊട്ടി. അസഹ്യമായ വേദനയോടെ അവൾ നെറ്റി തടവി. ചാവാൻ ഇവന് വേറെവിടെയും കണ്ടില്ലേ? രാവിലെ തന്നെ ഓരോന്ന് കയറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ബാഗിൽ നിന്നും ടവലെടുത്ത് നെറ്റിയിലെ ചോര തുടക്കുമ്പോഴും കണ്ടക്ടറുടെ പിറുപിറുക്കൽ കേൾക്കാമായിരുന്നു. ബസ് മുന്നോട്ടെടുക്കുമ്പോൾ മഴയിൽ കുതിർന്നു ബസ്സിലേക്ക് കയറി വന്ന ചെറുപ്പക്കാരനെ കണ്ടു ഉണ്ണിമായുടെ മിഴികളിലും ചൊടിയും വിടർന്നു. കമ്പിയിൽ ബാലൻസ് ചെയ്തു നിന്ന നനഞ്ഞ മുടി തലോടുന്ന വിഷ്ണുവിനെ അവൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അവിടെ എവിടെയെങ്കിലും പോയിരുന്നേ? മുഷിപ്പോടെ കണ്ടക്ടർ വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവൻ ബസ്സിൻ്റെ ആഗമനമൊന്ന് വീക്ഷിച്ചു. തന്നെ നോക്കി പുഞ്ചിരിച്ച മുഖവുമായി നിൽക്കുന്നവളെ ജാള്യതയോടെ നോക്കിക്കൊണ്ട് അവൾക്കരികിൽ വന്നിരുന്നു. എന്തെങ്കിലും പറ്റിയോ? അവൾ ആകുലതയോടെ തിരക്കി. ഇല്ല. അവൻ നനഞ്ഞ മുടി തഴുകി വെക്കുന്നത് കണ്ടതും ഉണ്ണിമായ ബാഗിൽ നിന്ന് തോർത്തെടുത്തു കൊടുത്തു. രാവിലെ തന്നെ വഴക്ക് കേട്ടാണല്ലോ തുടക്കം. പതിഞ്ഞ സ്വരത്തിൽ ഉണ്ണിമായ അവൻ്റെ കാതോരം പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ബസ് പോയിരുന്നു. കവിത പറഞ്ഞ ബസ് ഇപ്പോൾ പോയുള്ളൂന്നറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഓട്ടമായിരുന്നു. വന്നു നിൽക്കുന്നത് ബസ്സിൻ്റെ മുമ്പിലാണോ പിമ്പിലാണോ എന്നൊന്നും ഈ പെരുമയത്ത് കണ്ടില്ല. വിഷ്ണു അവൻ്റെ തല തോർത്തി. വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്? പ്രണയാർത്ഥമായി അവൾ അവനെ നോക്കി. വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അത്രയും ആഗ്രഹിച്ചു പറയുമ്പോൾ. അപ്പോൾ ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞിട്ട്? വിഷ്ണു യാത്രക്കാരിൽ പരിചിതരുണ്ടോ എന്ന് വീക്ഷിക്കുന്നതിനിടെ ആരാഞ്ഞു. ട്രെയിനിൽ തനിച്ചു പോകാനൊന്നും എനിക്കറിയില്ല. വിഷ്ണു കൂടെ വരുവാണെങ്കിൽ ട്രെയിൻ മതിയെന്നാണ് ഞാൻ കരുതിയത്. തണുപ്പിനെ പ്രതിരോധിക്കാൻ അവൾ ഇരു കൈകളും കൂട്ടി ഉരസി. ടിക്കറ്റ്. ബസ് കണ്ടക്ടർ വന്ന് അവർക്കരികിൽ നിന്നു. എന്തായാലും 2ാം ജന്മമാണ് കേട്ടോ. തലനാഴികക്ക് രക്ഷപ്പെട്ടതാ. ടിക്കറ്റ് കീറിയെടുക്കുമ്പോൾ കണ്ടക്ടറുടെ നോട്ടം വിഷ്ണുവിനെ തന്നെയായിരുന്നു. ഞാൻ കൂടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. നക്ഷത്രമിഴികളോടെ വിഷ്ണു അവളുടെ മിഴികളിലേക്ക് നോക്കാൻ തുനിഞ്ഞതും
അവളുടെ നെറ്റിയിലെ മുറിവ് കണ്ട് അവൻ്റെ മുഖം വിവരണമായി. നെറ്റിയിൽ? വിഷ്ണു പതിയെ വിരലാൽ അവളുടെ നെറ്റിയിൽ ഒഴിഞ്ഞു. ബസ്സിൻ്റെ മുൻപോ പിൻപോ നോക്കാതെ ഒരാൾ വട്ടം ചാടിയതാ. അവൾ ഒരു ചിരിയോടെ പറഞ്ഞതും അവൻ്റെ നെഞ്ചം വിങ്ങി. സോറിയടാ മോളെ. വിഷ്ണു അവളെ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് വലിച്ചു കിടത്തി പതിയെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഇരുവരും ഒന്ന് മയങ്ങിപ്പോയിരുന്നു. മഴ തോർന്നതിൽ പിന്നെ വന്ന കുളിർക്കാറ്റ് അവരുടെ നിദ്രയെ തഴുകി മടങ്ങി. ബസ് ഒരു വലിയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയതും ആളുകൾ ഓരോന്നായി ഇറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന വിഷ്ണു മൂരി നിവർന്നു. തന്നെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നവളെ സീറ്റിലേക്ക് ചായച്ചു കിടത്താൻ നോക്കിയതും അവൾ ഉണർന്നു. ചേട്ടാ, മൂത്രമൊഴിക്കാനോ വല്ലതോ കഴിക്കാനൊക്കെ ഇറങ്ങാം. ഇവിടെ ഇനി 10 മിനിറ്റ് നിർത്തിയേ ബസ് എടുക്കത്തുള്ളൂ. പ്രായം ചെന്നൊരു യാത്രക്കാരൻ ഇതും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടതും വിഷ്ണുവും എഴുന്നേറ്റ് നിന്നു. ഉറക്കച്ചതവ് ഇടാതെ അവൻ മൂരി നിവർന്നു കൊണ്ടു നിന്നു. താൻ വാ, ഒരു ചായ കുടിക്കാം. അവനെ നോക്കിയിരിക്കുന്ന ഉണ്ണിമായുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ബസ് ഇറങ്ങി ചായക്കടയുടെ മുൻപിൽ വന്നു നിന്നു. ചേട്ടാ, 2 ചായയും 2 പഴംപൊരിയും, വിഷ്ണു ചായക്കടക്കാരനോട് ഉച്ചത്തിൽ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ നിരനിരയായി ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ബസ് എടുത്താലും ചായ കിട്ടുമെന്ന് തോന്നുന്നില്ല. ചായക്കടയുടെ മുമ്പിലെ ആളുകളുടെ തിരക്ക് കണ്ട് വിഷ്ണു മീശ വലിച്ചു നിന്നു. സമയം 9 കഴിഞ്ഞ് ഇനിയും 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ എറണാകുളം എത്തി. വിഷ്ണു കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഭരതൻ വിജയലക്ഷ്മി കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ തല ചായ്ച്ച് എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു വിജയലക്ഷ്മി. എല്ലാ സമയവും ഈ വാതിൽ എന്തിനാമ്മ ഇങ്ങനെ അടച്ചിടുന്നത്? വാതിൽ തുറന്ന് കയറിയതും ഭരതൻ ഉച്ചത്തിൽ തിരക്കി. സൗപർണിക വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെയാ ഭാമിനിയോട് അടച്ചിടാൻ പറഞ്ഞത്. പറയുമ്പോൾ വിജയലക്ഷ്മി ഭരതനോട് അരികിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറട്ടെ, എങ്കിലും മനുഷ്യനൊരു ജീവനൊക്കെ വെക്കൂ. പാതി തുറന്നിട്ട ജനലും മലക്കെ തുറന്ന് അവൻ അവർക്കരികിൽ വന്നിരുന്നു. എന്തൊരു കോലമാടാ ചക്ക ഇത്. വിജയലക്ഷ്മി അവനെ അടിമുടിയൊന്ന് നോക്കി. വെറുതെ ഇരിക്കല്ലല്ലോ. സ്കൂള്, അവിടെ നിന്ന് PSC ട്യൂഷൻ സെൻറ്റർ, അവിടെ നിന്ന് ലൈബ്രറി, വെറും ഓട്ടമാണ് അമ്മേ. ഭരതൻ അവരെ ഇക്കിളി കൂട്ടി. ഓ, നീ ഓടിക്കിതച്ച് പണിയെടുത്തിട്ട് വേണം ഇവിടെ അടുപ്പ് പുകയാൻ. എങ്കിലും ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് ഒരു അന്തസ്സാണമ്മേ. ഇന്ന് ഉണ്ണിമായ ജോലി സ്ഥലത്തേക്ക് പോയി, അറിഞ്ഞായിരുന്നോ? തല താഴ്ത്തിയിരിക്കുന്നവനെ അവർ ഇടം കണ്ണിട്ട് എത്തി നോക്കി. ഉണ്ണിമായ എന്ന് കേട്ടതും അവൻ്റെ മുഖം തുടുക്കാൻ തുടങ്ങി. ഞാനിക്കാര്യം ഭാമിനിയോട് സൂചിപ്പിച്ചിരുന്നു. അവൾ മകളോട് പറയാതിരിക്കില്ല. അവൾ ഇവിടെ വരണം, എങ്കിലേ നിന്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകൂ. വിജയലക്ഷ്മി അവൻ്റെ കരങ്ങളെടുത്ത് നെഞ്ചോട് ചേർത്തു. വിരലുകൾ തലോടി. അമ്മ, അത് വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു എന്ന്? അപ്പം നിന്റെ ഇഷ്ടം അവൾ അറിയണ്ടേ? അമ്മയ്ക്ക് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ഇനി വിശ്വനാഥനോടും കൃഷ്ണനുണ്ണിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. വിജയലക്ഷ്മി എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ നെടുവീർപ്പോടെ പറഞ്ഞതും മറുപടി നൽകാതെ ഭരതൻ മുറി വിട്ടിറങ്ങി. എറണാകുളം ബസ് സ്റ്റാൻഡിൽ വിഷ്ണുവും അവൾക്ക് പിറകെ ഉണ്ണിമായയും ഇറങ്ങി. ഇനി ഈ ബസ് ഇവിടെ നിന്ന് ഉച്ച തിരിഞ്ഞേ എടുക്കൂ. നിന്റെ ഓഫീസ് എവിടെയാണെന്നറിഞ്ഞാൽ അവിടെ നിന്നെയാക്കിയിട്ട് എനിക്ക് ഇതിൽ തന്നെ നാട്ടിലേക്ക് തിരിക്കാമായിരുന്നു. വിഷ്ണു അങ്ങനെ പറഞ്ഞതും ഉണ്ണിമായയുടെ മിഴികൾ അറിയാതെ നിറഞ്ഞൊഴുകി. തുടരും. അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ അങ്ങനെയെല്ലാം കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.